കൊടുക്കേണ്ടത് 68 രൂപ 70 പൈസ. ആദ്യമായാണ് രൂപ ഇത്രയും വലിയ മൂല്യത്തകർച്ച നേരിടുന്നത്. ഒരു ദിവസമുണ്ടാകുന്ന വലിയ താഴ്ച 18 വർഷത്തിന് ശേഷം ഇതാദ്യം. ഇന്ന് ഒരു ഘട്ടത്തിൽ 2 രൂപ 50 പൈസ വരെ എത്തി. രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഈ ആഴ്ച ഇതുവരെയുണ്ടായത് 7% നഷ്ടം. ഈ മാസം ഇതുവരെ ഏതാണ്ട് 12% ഇടിവ്. ഒരു നിലയുമില്ലാതെ രൂപ കൂപ്പുകുത്തുമ്പോൾ രക്ഷാപദ്ധതികളെല്ലാം വിഫലമാകുന്നു. രൂപയുടെ തകർച്ചയെ പിന്തുടർന്ന് തുടക്കത്തിൽ ഓഹരി വിപണിയും കൂപ്പുകുത്തി. സെൻസെക്സ് 400 പോയിന്റിലേറെ ഇടിഞ്ഞാണ് രാവിലെ വ്യാപാരം ആരംഭിച്ചത്. നിഫ്റ്റി ഈ വർഷത്തെ ഏറ്റവും വലിയ നഷ്ടവും നേരിട്ടു. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ ധനക്കമ്മി ഉയർത്തുമെന്ന ആശങ്കയാണ് നാണ്യവിപണിയിലും ഓഹരി വിപണിയിലും പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ. മാസാന്ത്യത്തിൽ ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിന് വൻതോതിൽ ഡിമാൻഡ് ഉണ്ടായതും സ്ഥിതി വഷളാക്കി. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ചതോടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് വൻതോതിൽ ഡോളർ ആവശ്യമായതും വിനയായി. സ്വർണത്തിന്റെ വിലയിലും ഇന്ന് കാര്യമായ കുതിപ്പുണ്ടായി. 300 കൂടി പവന് 23,200 രൂപയായി. ഡോളറിനെതിരെ പിടിച്ചു നിൽക്കാനാകാതെ പതറുന്ന ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും വലിയ മൂല്യത്തകർച്ചയെ അഭിമുഖീകരിക്കുന്നത് രൂപയാണെന്നത് ശ്രദ്ധേയം. ബിസിനസ് ഡെസ്ക്, മീഡിയ 1.